നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി കേവല ഭൂരിപക്ഷം ലോക്സഭയിൽ നഷ്ടപ്പെട്ട BJP വിറളി പിടിച്ചിരുന്നുകൊണ്ട് രാജ്യസഭയിൽ എങ്ങനെയും കേവല ഭൂരിപക്ഷം എന്നതിനു വേണ്ടി ശ്രമിക്കുകയാണ്. അവർ ഒരു കാലത്തും രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. അതൊരു ഭഗീരഥ പ്രയത്നമാണ്. കോൺഗ്രസ് അല്ലാതെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം രാജ്യസഭയിൽ ഒരു പാർട്ടി കേവല ഭൂരിപക്ഷവും മറികടന്നുകൊണ്ട് എത്തുക എന്നുള്ളത് അത് ഭഗീരഥ പ്രയത്നം തന്നെയാണ്. BJP ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അപ്പോഴും അവർക്ക് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ബാക്കിയുണ്ട്. സഖ്യകക്ഷികളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നതും അത്ര എളുപ്പമല്ല. BJP-യുടെ സഖ്യകക്ഷികൾ അവർക്ക് വരുന്ന രാജ്യസഭാ MP സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. NDA-ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ട് എന്നത് ഒഴിച്ചാൽ BJP-ക്ക് അത്ര സുഖകരമല്ല. അതുകൊണ്ട് തന്നെയാണ് BJP വലിയ കള്ളക്കളികൾക്ക് മുതിരുന്നത്. അതായത് രാജ്യസഭാ സീറ്റുകളിലേക്ക് അട്ടിമറിക്ക് വേണ്ടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് രാജ്യസഭാ സീറ്റുകൾ അട്ടിമറിച്ച് പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം അപ്പർ ഹൗസിൽ, അതായത് ഉപരിസഭയിൽ നേടിയെടുക്കുക. അതാണ് BJP-യുടെ ലക്ഷ്യം. അത് 2/3 ഉയർത്താൻ കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ മറ്റ് രീതിയിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കൃത്യമായ ചരടുവലികൾ നടക്കുന്നുണ്ട്. അതായത് സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം റദ്ദു ചെയ്യുക, ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുക തുടങ്ങിയ നിരവധിയായ പിൻവാതിൽ പ്രക്രിയകൾ ഇതിനോടകം തന്നെ തകൃതിയായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എല്ലാം അതിൻ്റെ മേജർ സോഴ്സ് എന്ന് പറയുന്ന മണി സപ്ലൈ ആണ്. ഒരു മണി ചെയിൻ BJP പാരലായി ഈ രാജ്യത്ത് നടത്തുകയാണ് എന്ന് വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത്. കാരണം ഈ രാജ്യത്ത് കള്ളപ്പണം, അതായത് കൃത്യമായി ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കി ആളുകളെ മുഴുവൻ കൃത്യമായി ബോധത്തോടെ രാജ്യത്തെ കള്ളപ്പണം മുഴുവൻ റദ്ദാക്കിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നരേന്ദ്രമോദി വാസ്തവത്തിൽ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങളെക്കുറിച്ചുള്ള നേർരേഖ ഒരു റിപ്പോർട്ടായി തന്നെ സമർപ്പിക്കും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഈ രാജ്യത്തൊഴുകുന്ന കള്ളപ്പണത്തിൻ്റെ അതിൻ്റെ സ്രോതസ് ഈ രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കും ഒഴുകിയെത്തുന്ന കോടികൾ, ഇത് താഴെ തട്ടിൽ വരെ, ബൂത്ത് ലെവലിൽ വരെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് വേണ്ടി സപ്ലൈ ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി പ്രത്യേകിച്ചും ഉയർത്തി കാണിച്ചിരിക്കുന്നത്. ഇത് ഗൗരവകരമായിട്ടുള്ള കുറ്റമാണ്. ഇതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറിയുടെ തന്നെ സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്.